സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. കുറേ കാലത്തിന് ശേഷം സൂപ്പറായിട്ട് ചിരിക്കാം. ഒരു അതെല്ലാം പോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ടൈം പോകുന്ന മനസ്സിലാവില്ല. 1.25 മണിക്കൂർ 2 മണിക്കൂർ ഭയങ്കര സ്പീഡായിട്ടാണ് പോകുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റിയ പടം, ഫാമിലി ആയിട്ട് കാണേണ്ട പടമാണ്. നല്ല കാണിച്ചത്. കോമഡിയേ ഉള്ളൂ. ഫുള്ള് തിയേറ്റർ മൊത്തം പൊട്ടിച്ചിരി തന്നെയാണ്. അടിപൊളി പടം. ഞാൻ ആദ്യമായിട്ട് അവരുടെ സിനിമ കാണുന്നത്. അടിപൊളി സിനിമയാണ്, രക്ഷയില്ല. നല്ല സിനിമ, നല്ല സിനിമ. എല്ലാവരും കാണാം, ഫാമിലി എല്ലാവർക്കും കാണാം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നല്ല രസമാണ്, ഭയങ്കരമായിട്ട്. എല്ലാം ഉണ്ട്. അങ്ങനെയല്ല, എല്ലാം അതിനകത്തുണ്ട്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ശരി, താങ്ക് യു. ഹാസ്യം മാത്രമല്ല, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഭയങ്കര രസം. എല്ലാം ഉണ്ട്. താങ്ക് യു. നല്ല സിനിമയാണ്. കോമഡി ആയിരുന്നു. നല്ല സിനിമയാണ്. പക്ഷെ നല്ല കണ്ടന്റ്. നമുക്ക് മലയാള സിനിമയിൽ അത്യാവശ്യം കണ്ടന്റുകളുടെ കുറവുണ്ടെന്നുള്ളതല്ല, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നല്ലതാണ്. അതുപോലെ അതിൽ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണിരാജൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള സിനിമയാണ്. പിന്നെ കോമഡിയെല്ലാം ചെറിയ നാച്ചുറലായിട്ടുള്ള കോമഡികളാണ്. അത്യാവശ്യം നല്ല രസമുള്ള സിനിമയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. സിനിമ രസകരമാണ്. പിന്നെ ഈ ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സിനിമയല്ല. അവീതം എന്ന് പറയുന്നത് ഒരു അവീതം കാണാനായിട്ടുള്ള സിനിമയല്ല. ഇതൊരു നർമ്മത്തിൽ കൂടിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ നർമ്മ രസിക്കാൻ ഓരോ വാക്കുകളും ഓരോ സ്ഥലങ്ങളും നായയുടെ അടുത്ത് വരെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് വരെ രസിക്കും. എന്തായാലും ഒരു പരീക്ഷണം എന്നും എടുക്കാൻ മലയാളികളാണ് ധൈര്യപ്പെടുന്നത്. ഇത്തരം സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഇനിയും ചെറിയ സിനിമകൾ വിജയിക്കാനുള്ള കാര്യമില്ല. എന്തായാലും നിർമ്മാതാക്കളും അല്ലെങ്കിൽ E4 ഗ്രൂപ്പൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ്. എന്തായാലും രസിക്കുക. എല്ലാവരും തന്നെ സിനിമകൾ കാണണം എന്നാണ് ഈ സിനിമയുടെ അഭിപ്രായം. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നി. എല്ലാവർക്കും ഒരു ഹ്യൂമർ വർക്കാവുന്നുണ്ടെന്ന് തോന്നി. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. സന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ പടത്തിൽ കൂടെ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതെ. അല്ലാതെ ഏത് കാര്യത്തിലും ഇന്ന കാര്യം എന്ന് മാത്രമല്ല, ഏത് കാര്യത്തിലായിക്കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇത്രയും പെട്ടെന്ന് ഞാനാണത് മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ രസകരമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ച സിനിമയാണ് അവിഹിതം. ഉപചാരപൂർവ്വം ഗുണ്ടജയനാണ് എൻ്റെ ആദ്യ സിനിമ. പിന്നീട് വരയൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിനുശേഷം എൻ്റെ റിലീസാവുന്ന 3ാമത്തെ സിനിമയാണ് അവിഹിതം.